ആ പോയിന്റിൽ നിന്ന് വരാം. ശ്രീ ബിജു നായർ, ഒരു സ്ഥലത്ത് സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, തീ പിടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ തീ പിടിക്കാനുള്ള വെടിമരുന്നിട്ട് കൊടുക്കുന്നത് തടയുക എന്നുള്ളത് അതൊരു സാമൂഹിക പ്രതിബദ്ധതയാണ്. സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയപരമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്ര കമ്മിറ്റി കോടതിയിൽ പോയി ഒരു ഉത്തരവ് വാങ്ങിക്കുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള കൊടിത്തോരങ്ങളോ ഫ്ലക്സുകളോ ബോർഡുകളോ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു കോടതി അവിടെ ഉത്തരവ് അവിടെ നിൽക്കുന്നു. അതിനുശേഷം ഈ ഛത്രപതി ശിവജിയുടെ ഫ്ലക്സും കാവിക്കൊടി പൂക്കളത്തിൽ ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ പുറത്തുനിന്ന് മറ്റുള്ളവർ പോലും ഞങ്ങളുടെ കൊടി ഇവിടെ വെച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു. ഈ സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ എല്ലാ വിഭാഗങ്ങളോടും സംയമനം എന്നുള്ളതാണല്ലോ ജനറൽ തത്വം. ആ ജനറൽ തത്വം ലംഘിക്കപ്പെടുമ്പോൾ അതിന് വഴി വെച്ചു കൊടുക്കുന്നത് ആരാണ്? ഇങ്ങനൊരു സംഘർഷത്തിൽ പോകേണ്ട ആവശ്യം എന്തുണ്ടായിരുന്നു? ഇത് അപ്പുറത്തോ ഇപ്പുറത്തോ മാറ്റിയിട്ടാൽ മതി. ഇങ്ങനെ ഒരു പൂക്കളം ഇട്ടാൽ അവിടെ ഒരു വിഷയം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് അതിടുന്നത് കലാപശ്രമമല്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഇടതുപക്ഷം. ഇവിടെ ഇപ്പോൾ ജയചന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ ഇതിലൊരു ഗ്രാൻഡ് ഡിസൈൻ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിലെ ആ ഒരു ഗ്രാൻഡ് ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ CPM വളരെ വ്യക്തമായി തന്നെ അവരുടെ പാർട്ടി ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു നയം അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? കേരളത്തിൽ ഇന്ന് BJPയും RSSും കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് വരികയാണ്. അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് ജനങ്ങളുടെ ഇടയിലേക്ക് ശക്തി പ്രാപിച്ചു വരുന്നത്. അപ്പം അതിന് തടയിടണമെങ്കിൽ നിങ്ങളും ക്ഷേത്ര കമ്മിറ്റികളിൽ കയറി ഭരണം പിടിച്ചെടുക്കണം എന്നുള്ള ഒരു വ്യക്തമായ ഒരു സൂചന പാർട്ടി എല്ലാ അണികൾക്കും നേതാക്കൾക്കും നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇവിടെ ജയചന്ദ്രൻ സാർ തന്നെ എടുത്തു പറയുകയുണ്ടായി, ഈ ഒരു അമ്പലത്തിൽ തന്നെ അവരങ്ങനെയാണ് ഭരണം പിടിച്ചത്. ആ ഭരണം പിടിച്ചത് എന്തിനു വേണ്ടിയാണ്? വിശ്വാസികൾക്ക് വേണ്ടിയാണോ? അല്ല. നമുക്ക് തന്നെ അറിയാം, വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വിശ്വാസങ്ങൾക്കെതിരായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ക്ഷേത്രങ്ങളുടെ ഭരണം പിടിച്ചെടുക്കുവാൻ പോലും ഇവർ തയ്യാറാണ്. എന്നിട്ട് അത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാർത്ഥസാരഥി എന്ന് പറയുമ്പോൾ ആ ഒരു രഥത്തിൻ്റെ മുകളിലുള്ള ഭഗവത് ധ്വജത്തിനോട് വളരെ സാമ്യമുള്ള ഒരു കൊടി നമ്മളൊരു പൂക്കളത്തിൽ ഇടുകയാണെങ്കിൽ അത് പാടില്ല എന്നിവർ പറയുന്നത് RSSനെയും BJPയെയും ഒന്നും ഈ നാട്ടിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ഇവർ പറയുകയാണ്. അതിനവർ എന്താണ് ഉപയോഗിക്കുന്നത്? ഹൈക്കോടതിയുടെ ഉത്തരവ് അവർ നേടിയെടുത്തുകൊണ്ട് അത് ഉപയോഗിക്കുകയാണ്. ഇതുപോലെയുള്ള പാവപ്പെട്ട യുവാക്കളെ അവർ കേസിൽ പെടുത്തി, അതും കലാപശ്രമം പോലെയുള്ള വളരെ ഗുരുതരമായ വകുപ്പുകൾ ചാർത്തിക്കൊടുത്തുകൊണ്ട് കേസിൽ പെടുത്തി ഇന്നാട്ടിലുള്ള യുവാക്കൾ ആരും RSSനും BJPക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വരരുത്. അത് ക്ഷേത്ര കമ്മിറ്റിക്കായാൽ പോലും നിങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും മതത്തിൽ പോലും ഇവർ മുന്നോട്ട് വന്ന് കൈകടത്തിക്കൊണ്ട് മതസ്വാതന്ത്ര്യത്തെ തന്നെ ഹനിച്ചുകൊണ്ടാണ് ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കുവാനുള്ളത്, ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിലോ ഇതുപോലെയുള്ള ആഘോഷങ്ങളിൽ ഇത്തരത്തിൽ അധികാരം പിടിച്ചെടുക്കുകയും അതിൽ കൈകടത്തുകയും ചെയ്യുവാനുള്ള ആ ഒരു നിർദ്ദേശം ഈ പാർട്ടി അണികൾക്ക് CPMന് കൊടുക്കുവാൻ സാധിക്കുമോ? ഇല്ല. അവിടെയാണ് ഹിന്ദുക്കളോട് മാത്രമായി ഇത്തരത്തിലുള്ള ഒരു നയ വൈകല്യം എന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം ഇവിടെ രാഷ്ട്രീയത്തിൻ്റെതായ സ്പേസ് ഉണ്ട്. മതത്തിൻ്റെ സ്പേസിലേക്ക് കടന്നു കയറിക്കൊണ്ട് രാഷ്ട്രീയം കൂടുതൽ മെച്ചപ്പെടുത്തുകയും അത്തരത്തിൽ അധികാരം പിടിച്ചെടുക്കേണ്ടയും ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഇവർ തന്നെ വളരെ വ്യക്തമായി പറയുകയാണ്, അത് പണ്ടില്ലായിരുന്നു, ഇപ്പോൾ ഉണ്ട്, അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കൊടിയും അവർ ചേർത്ത് കെട്ടുകയാണ്. വളരെ വ്യക്തമായി തന്നെ നമുക്കറിയാം, FIRൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയാൽ അത് ഒരു പരിഹാസ പാത്രമായി മാത്രമേ മാറുകയുള്ളൂ. അതുകൊണ്ട് അവർ ആ വാക്ക് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഇന്ന് വളരെ ശക്തമായി ദേശീയതയിൽ വിശ്വസിക്കുന്നവരുടെ ആ ഒരു വികാരമാണത് പ്രതിഫലിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് വികാരമല്ല. അത് ഇന്നിപ്പോൾ വളരെ അഴകുഴമ്പൻ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടല്ല. ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ കൂടുതൽ പേരും RSSകാരായിരിക്കും, BJPക്കാരായിരിക്കും. അവരെല്ലാം ഇതിനെ വളരെ നമ്മൾക്കതിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ എന്നൊക്കെ അവർ പറയുമെങ്കിലും അവരെ ഇത് വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം ആ ഒരു വളർച്ചയെ തടയിടുവാൻ വേണ്ടി പോലീസിനെ ഇറക്കിയിട്ടായാലും കോടതിയുടെ പേര് പറഞ്ഞിട്ടായാലും വലിയ ഗുരുതര വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് കേസെടുത്തിട്ടായാലും നമ്മൾ ഇതിനെ എതിർക്കും എന്നുള്ളതാണ്. എന്തിനാണ് എതിർക്കുന്നത്? പാർത്ഥസാരഥി ക്ഷേത്രം വികസിപ്പിക്കുവാനാണോ?
ഹിന്ദുക്കളുടെ വിശ്വാസത്തെ വിപുലീകരിക്കുവാനാണോ? അല്ല. നമ്മുടെ വളരെ 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 നാരോ ആയിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മളിത് ചെയ്യുക തന്നെ ചെയ്യും. ആരെന്ത് പറഞ്ഞാലും നമുക്കതൊരു പ്രശ്നമല്ല. വളരെ വ്യക്തമായാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ബിജു നായർ, അപ്പോഴും ഈ ഓണത്തിന് ഛത്രപതി ശിവജിയുടെ ഫ്ലക്സ് വെച്ചിരിക്കുന്നത് ഓണമായിട്ടുള്ള ബന്ധമില്ലല്ലോ. അപ്പൊ രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ? ശിവജിയെ ഒരു രാഷ്ട്രീയ കഥാപാത്രമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നിടത്തോളം സങ്കുചിതമായിരിക്കുകയാണ് നമ്മുടെ ചർച്ചകൾ ഇന്ന്. അതാണ് തെറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. അത് തെറ്റ് തന്നെയാണ്. അത് തെറ്റ് തന്നെ നമ്മൾ ഉറക്കെ വിളിച്ചു പറയുവാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ശിവജി ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിച്ചുള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ശിവാജിയുടെ പടം നമുക്ക് മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കുന്നില്ല, ഭഗവധ്വജം നമുക്ക് മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് RSSനെയും BJPയെയും എതിർക്കേണ്ടത് ഇങ്ങനെയല്ല. ഇന്ന് നമ്മളൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അത് വികസനത്തിന്റെ കാഴ്ചപ്പാടാണ്. വികസനത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞുകൊണ്ട് BJPയെ എതിർക്കൂ. RSS മുന്നോട്ട് വയ്ക്കുന്നത് സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയുള്ള സന്നദ്ധ സേവനം പ്രവർത്തനം. അത് മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ RSSനെ എതിർക്കൂ. അല്ലാതെ ഭഗവധ്വജത്തിനെ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ശിവാജിയുടെ ഫ്ലെക്സ് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ആ പേരും പറഞ്ഞ് ഹൈക്കോടതി ഇടപെടുത്തേണ്ട കാര്യമില്ല. പോലീസുകാരിങ്ങനെ രാവും പകലും ഉറക്കമിളച്ചുകൊണ്ട് അത്തപ്പൂക്കളത്തിന് കാവലിരിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നാട്ടിലെ യുവാക്കൾ അവർ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ്, യാതൊരു കലാപ ശ്രമത്തിനും വേണ്ടി അല്ല അവർ പ്രവർത്തിക്കുന്നത്. അത് അവർക്ക് തന്നെ അറിയാം എന്നുള്ളത് ഇവിടെ നമ്മൾ മറന്നു പോകരുത്. ശരി ബിജു നായർ. ശ്രീ ആർ ബിജു,